ഗുഡ് മോർണിംഗോ ഗുഡ് നൈറ്റോ ഏതാ പറയണ്ട, ഏത് പറഞ്ഞാലും കണക്കാ. ഒരു ചെറിയൊരു റെഡ് വെൽവെറ്റ് ഗിഫ്റ്റിൽ നിന്ന് ഒരു ഫുഡ് പോയ്സൺ അടിച്ചതാണ്. പോരെങ്കിൽ ഒരു 3-4 ദിവസമായിട്ട് ഉറക്കമെന്ന് പറഞ്ഞ സാധനമില്ല. നിർത്താത്ത തോരാത്ത മഴ കണക്ക് കണ്ണീര്. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. മുമ്പൊക്കെ ഞാനിങ്ങനെ എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഈ FB ഒക്കെ ഉണ്ടായിരുന്നത്. അന്നൊക്കെ വളരെ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അത് വലിയ കുടുംബമായപ്പം സന്തോഷങ്ങൾ മാത്രം പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരവസ്ഥയായി. കുറേ ഫേക്കുകളും അവിടെ നിന്ന് ഇവിടെ നിന്ന് ഞാനോട്ട് പരിചയമില്ലാത്തവരൊക്കെ വന്നപ്പം എനിക്ക് പലപ്പോഴും ഒരു ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ഡിപ്രഷനോ ഡിപ്രഷനോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് നേരം വന്ന് ഒരു ഫോട്ടോ ഇടുക അല്ലെങ്കിൽ ഇതാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഒന്ന് ലൈവിൽ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ആശ്വാസം. ഈ പേഴ്സണൽ ചാറ്റിങ്ങിനോ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാരോട്ടോ ഫ്രണ്ട്ഷിപ്പ് ആവാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ എൻ്റെ ചെറിയൊരു ടൈം പാസ്സായിട്ട് കണ്ടെത്തിയിരുന്നത് അത് മാത്രമായിരുന്നു. പക്ഷേ ഇന്നിപ്പം എന്നെ ഒരു രീതിയിലും പരിചയമില്ലാത്തതോ കുറേ ഫേക്കുകളും ഒരു കാര്യമില്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് കുറേ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ കാരണം എനിക്കിപ്പോൾ അതിനും പറ്റാത്തൊരവസ്ഥയായി. മറ്റത് ഞാൻ അതിനുവേണ്ടി മാത്രം വർഷങ്ങൾക്ക് മുമ്പ് 2016 തുടങ്ങിയത് അതായിരുന്നു പർപ്പസ്. എൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ചിലപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഒന്ന് തിരഞ്ഞുപിടിച്ച് കാണണം, പക്ഷേ അവർക്ക് എൻ്റെ പേര് സെർച്ച് ചെയ്തെടുക്കാക്കുമല്ലോ. ഞാൻ ഓരോരുത്തരുടെ പേര് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനും പറ്റാത്തൊരവസ്ഥയായി. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു മുറിവുകളും നമുക്ക് ഉണങ്ങില്ല. ചിലപ്പോൾ മുകൾ ഭാഗം എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ചൂട് തട്ടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുമ്പോൾ ഇതാവുന്ന പുറമേ ഉണങ്ങിയതുപോലെ ഇരിക്കും. പക്ഷേ അകത്ത് അതിൻ്റെ ആഴം ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും അതേ സാഹചര്യങ്ങൾ ഇതൊക്കെ ഇതാകുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് അതിങ്ങനെ വ്രണം പോലെയാവും. പലപ്പോഴും നമ്മൾ കൺട്രോളിൽ നിൽക്കാത്ത അവസ്ഥയാവും. പക്ഷേ ഇപ്പം എന്താ അവസ്ഥയെന്ന് ഇപ്പോഴൊരവസ്ഥ എന്നുള്ളതല്ല, പൊതുവേ നമുക്ക് കിട്ടുന്ന മെൻ്റൽ ട്രോമകളുണ്ടല്ലോ, അത് ഭയങ്കര അതൊക്കെ ഒന്ന് ഹീൽ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പലരും അത് വല്ല ഡ്രിങ്ക്സോ സിഗരറ്റോ അതർ ആക്ടിവിറ്റീസോ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പോ മീൻസ് സെക്ഷൽ രീതിയിലൊക്കെ ആവും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്കതൊന്നും ഇല്ല. പലപ്പോഴും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ ബന്ധങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾ നമുക്ക് ചെയ്യേണ്ട, വീട്ടിലായാലും കുടുംബത്തിലായാലും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ അടുത്താണെങ്കിലും ഓക്കെ. ഞാൻ ശരിക്കും ഞാനായിട്ട് നിന്നിട്ടുള്ള ഒരൊറ്റ സ്ഥലം എൻ്റെ നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലുമൊക്കെ രേഖപ്പെടുത്തുമ്പോഴാണ് ശരിക്കുമുള്ള ഞാനായിട്ട് ഞാൻ നിന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ രാഷ്ട്രീയത്തിലോ മതത്തിലോ പെട്ട ഒരു മനുഷ്യൻ്റെയും ഒരു സ്വാധീനവും എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളർന്നതിനനുസരിച്ചിട്ട് ഞാൻ മനുഷ്യനായിട്ട് മാറാനും മനുഷ്യനായിട്ട് കാണാനും ഒക്കെയാണ് ഇതാക്കിയിട്ടുള്ളത്. അപ്പം എനിക്ക് ആകെ ഒരു ഹാപ്പിനെസ്സും അത് മാത്രമാണ്. ഹാപ്പിനെസ് മീൻസ് ആർക്കും ഉപദ്രവവും ഇല്ല, ആർക്കും ബുദ്ധിമുട്ടും ഇല്ല, എനിക്കും വേറൊരു പ്രശ്നമില്ല. അങ്ങനെ ഒരു ഞാൻ കണ്ടെത്തിയൊരു ഇത് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നേരം പോക്ക് ഇപ്പോൾ പോലും എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എന്താ പറയുക ഫേസ് ചെയ്തത് തീരെ ചെറുതില്ല. എൻ്റെ മരിച്ചുപോയ മാമച്ചിയുടെ തോളിൽ കിടന്നുകൊണ്ട് എൻ്റെ മമ്മി ഫ്ലൈറ്റ് കയറുമ്പോഴാണ് ഡാഡിയുടെ അടുത്ത് പോകാനായിട്ട് എന്നെ നാട്ടിൽ നിർത്തിയിട്ട് ഫ്ലൈറ്റ് കയറുമ്പോഴാണ്. അന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല, എനിക്ക് സങ്കടമൊന്നും ഉണ്ടാവില്ല, ഗ്രാൻഡ്മാടെ മാമച്ചിയുടെ ഒക്കെ കൂടെ ഞാൻ ഹാപ്പി ആയിരിക്കും അത്. പക്ഷെ ഞാൻ ഹാപ്പി ആയിരുന്നില്ല. ഇപ്പം ഈ നിൽക്കുന്ന ഇതേ അവസ്ഥയായിരുന്നു അന്ന്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് പല 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 സാഹചര്യങ്ങളിലും ഇതേ അവസ്ഥകൾ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പണ്ട് ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരി പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ ശരിക്കും അത് ഭയങ്കര, എനിക്ക് മാത്രമല്ല എന്നെപ്പോലുള്ള ഒരുപാട് പെണ്ണുങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം. എനിക്ക് എൻ്റെ വേദന വലുത് എന്ന് പറയുന്ന കണക്ക് അതേ സാഹചര്യം പലർക്കും ഉണ്ടാവാം. ജീവിതത്തിൽ
കാലഘട്ടത്തിലും ഓരോരോ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും ഞാൻ അതിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടോ എനിക്ക് അതിനുള്ള കഴിവുണ്ടായിട്ടൊന്നുമില്ല, അറിയില്ലേ, ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ എന്തെങ്കിലും ഫോഴ്സ് ചെയ്ത് ഓരോന്ന് ചെയ്യിക്കുന്ന പോലെ ആണ് ഞാൻ ആ ഓരോ ഘട്ടങ്ങളും ഞാൻ തരണം ചെയ്ത് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ദൈവവിശ്വാസം കൂടാനൊക്കെ ഒരു കാരണം അതാ. മനുഷ്യന്മാരെല്ലാം എന്നെ ഉപദ്രവിച്ചിട്ടുള്ളൂ എന്നും എല്ലാ കാലത്തും. സഹിച്ച് ക്ഷമിച്ചും പക്ഷെ അവർക്കൊക്കെ കാലം ആർക്കും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ. ഒരു പക്ഷേ ഞാൻ അവരെന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. പക്ഷെ ദൈവം നേരിട്ട് ചെയ്യുമ്പോഴത്തേക്കുമായിരിക്കും അതിന് എനിക്ക് ദൈവവിശ്വാസമൊക്കെ കൂടാൻ തന്നെ കാരണം. അങ്ങനെയൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് എനിക്ക് അതൊക്കെ ദൈവവിശ്വാസമൊക്കെ കൂടാൻ തന്നെ കാരണം. കട്ടിലുണ്ടെങ്കിലേ കാല് കഴിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം കിടക്കാൻ കട്ടിലുണ്ടല്ലോ. നമുക്ക് കട്ടിലില്ലാത്തതുകൊണ്ട് കാല് കഴിച്ചിട്ടും കാര്യമില്ല. കാരണം എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളത് തരണം ചെയ്തിട്ടേ കാര്യമുള്ളൂ. വേറെ ആരും നമുക്ക് അത് വന്ന് ചെയ്തു തരാൻ വേറെ ആരുമില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഓരോരോ സമയങ്ങളിലും ഓരോരോ കാലഘട്ടത്തിലും പ്രായത്തിൻ്റെതായിട്ടുള്ള ഇരട്ടി പക്വത കാണിച്ചിട്ടും ഒരു മുഖംമൂടി ഇട്ടിട്ടുമൊക്കെ ജീവിക്കുന്നതും ജീവിച്ചതുമൊക്കെ. പക്ഷേ അപ്പോഴും നമുക്കൊന്ന് ഇതുപോലെ വിങ്ങിപ്പൊട്ടുന്ന ഒരുപാട് സമയങ്ങളുണ്ടാവും, ഒരുപാട് സമയം. പക്ഷെ അതിനെയും ഞാൻ കുറേ പ്രാവശ്യമൊക്കെ സൂയിസൈഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വലിയ സ്ട്രോങ്ങും ബോൾഡൊന്നും ആയിട്ടല്ല. ആരും ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ചുറ്റും വളരെ ചെറിയ സർക്കിളുള്ളവരല്ലാതെ. പക്ഷെ അതിനും വേണം ഒരു ധൈര്യം, അല്ലെങ്കിൽ അതിനും വേണം ഒരു ഭാഗ്യം. എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. ശരിക്കും പറഞ്ഞ ഒരു കുരുന്ന് ജീവന എന്നെ ഇവിടെ ഈ ലോകത്ത് നിലനിർത്തുന്നത്. എൻ്റെ ഒരൊറ്റ കാണുമ്പോൾ ഒരൊറ്റ കുരുന്ന് ജീവന. കാരണം എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളത് തരണം ചെയ്തിട്ടേ കാര്യമുള്ളൂ. വേറെ ആരും നമുക്ക് അത് വന്ന് ചെയ്തു തരാൻ വേറെ ആരുമില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഓരോരോ സമയങ്ങളിലും ഓരോരോ കാലഘട്ടത്തിലും പ്രായത്തിൻ്റെതായിട്ടുള്ള ഇരട്ടി പക്വത കാണിച്ചിട്ടും ഒരു മുഖംമൂടി ഇട്ടിട്ടുമൊക്കെ ജീവിക്കുന്നതും ജീവിച്ചതുമൊക്കെ. പക്ഷെ അപ്പോഴും നമുക്കൊന്ന് ഇതുപോലെ വിങ്ങിപ്പൊട്ടുന്ന ഒരുപാട് സമയങ്ങളുണ്ടാവും, ഒരുപാട് സമയം. പക്ഷെ അതിനെയും ഞാൻ കുറേ പ്രാവശ്യമൊക്കെ സൂയിസൈഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വലിയ സ്ട്രോങ്ങും ബോൾഡൊന്നും ആയിട്ടല്ല. ആരും ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ചുറ്റും വളരെ ചെറിയ സർക്കിളുള്ളവരല്ലാതെ. പക്ഷെ അതിനും വേണം ഒരു ധൈര്യം, അല്ലെങ്കിൽ അതിനും വേണം ഒരു ഭാഗ്യം. എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. ശരിക്കും പറഞ്ഞ ഒരു കുരുന്ന് ജീവന എന്നെ ഇവിടെ ഈ ലോകത്ത് നിലനിർത്തുന്നത്. എൻ്റെ ഒരൊറ്റ കാണുമ്പോൾ ഒരൊറ്റ കുരുന്ന് ജീവന. ഞാൻ ജെനുവിനായിട്ട് ഞാൻ എല്ലാ സ്ഥലത്തും നിന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ശരിക്കുള്ള ഞാൻ എന്താണെന്ന് ഞാൻ ഒരാളടുത്ത് കാണിക്കാറില്ല. എൻ്റെ മനസ്സെന്താണെന്നോ എൻ്റെ ആഗ്രഹങ്ങളോ എൻ്റെ സ്വപ്നങ്ങളോ ഒന്നിനും ആൾക്കാരെങ്ങനെ തെറ്റിച്ചെന്ന് വെച്ചാൽ എനിക്ക് മലരാണ് എന്നുള്ള ചിന്താഗതിയാണ്. കാരണം ആൾക്കാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നും കിട്ടിയിട്ടുമില്ല, ഞാനൊന്നും നേടിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരെന്ത് വിചാരിച്ചാലും എന്നെ സംബന്ധിച്ചോളം എനിക്കിതില്ല. എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള അല്ലെങ്കിൽ എന്നെ അടുത്തറിയുന്ന ചുരുക്കം ആൾക്കാർ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക്. അതിലൊരു പരിധിവരെ ഞാൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നഷ്ടങ്ങളൊന്നുമില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മളായിട്ടങ്ങനെ അങ്ങ് ഇതായി പോവും. നമ്മളിങ്ങനെ എനിക്ക് എല്ലാവരും ചോദിക്കും, പറയുന്നില്ല കണ്ണിന് ചുറ്റും കറുപ്പിൻ്റെ കാര്യം പറയാറുണ്ട്. വെറുതെ വന്നതെന്നല്ല, വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ കരഞ്ഞ് ആരും കാണാതെ കരഞ്ഞത്. പെങ്ങൾ കണ്ടെങ്കിലും ആരും കാണാതെ കരഞ്ഞ് വന്ന കറുപ്പ, വെറുതെ വന്നതൊന്നുമല്ല. സങ്കടം വന്നാൽ കരയും, സന്തോഷം വന്നാൽ ചിരിക്കുകയും, ഒരു സിനിമ കണ്ടാൽ പോലും കരയുന്ന ഒരാളാണ് ഞാൻ കൗൺസിലിങ്ങിന് പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞത് മനക്കട്ടി കുറവാന്ന്. എനിക്കറിയില്ല ഇനി എന്ത് സംഭവിച്ചാലാണ് എനിക്ക് മനസ്സിന് ഇനി കട്ടി കൂടുകയെന്ന്. കാരണം ഒരു 10 ജന്മത്തിൽ അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ തീരെ ചെറിയ കുഞ്ഞായപ്പോൾ തൊട്ടേ ഞാൻ അനുഭവിച്ചു. പല രീതിയിലും പലതരത്തിലും എനിക്ക് അർഹതപ്പെട്ടതൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് നിഷേധിക്കപ്പെടുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ അതെൻ്റെ വിധി. പക്ഷെ എൻ്റെ വിധിയെ ഞാൻ സ്വന്തമായിട്ട് തിരുത്തിക്കുറിച്ച് ഞാൻ ഇവിടെ വരെ എത്തി. എല്ലാ കാലഘട്ടത്തിലും എല്ലാ സാഹചര്യത്തിലും ചിലപ്പം പല ദോഷമായിരിക്കും, അല്ല എന്താ
കുറച്ചെങ്കിലും എനിക്ക് നേരെയുള്ള ആക്രമണം എനിക്കൊന്ന് കുറഞ്ഞു കിട്ടിയത് എടീന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ പോടാ മറ്റേ മോനെ അല്ലെങ്കിൽ മറ്റേ മോളെ എന്ന് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ടാണ് കുറച്ചെങ്കിലും എനിക്ക് ആശ്വാസം കിട്ടാൻ തുടങ്ങിയത്. എനിക്ക് കുറച്ചെങ്കിലും ഒരു ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനർ ആയതിനു ശേഷമാണ് ഞാൻ ചെയ്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെയല്ല നിൽക്കേണ്ടിരുന്നത്, ഞാൻ ഇങ്ങനെയല്ല പെരുമാറേണ്ടിരുന്നൊക്കെ ഇതാക്കിയിട്ട് ഞാൻ പല കാര്യങ്ങളും പ്രതികരിക്കേണ്ട സ്ഥലത്ത് ഇങ്ങനെ തന്നെ അത് പ്രതികരിക്കണം. അവർ നമ്മളെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് പ്രതികരിക്കരുത്. അവരെന്ത് വിചാരിച്ചാലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളൊരാൾ ബുദ്ധിമുട്ടിച്ചാൽ നമ്മൾ തിരിച്ചെന്ന് വെച്ചാൽ നമ്മളെ ചൊറിഞ്ഞാൽ നമ്മൾ മാന്തുക, അല്ലെങ്കിൽ നമ്മളെ ഒരിക്കലും അവിടെ ഗാന്ധിജി ആയിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയൊക്കെ സ്ട്രോങ് ആയും ബോൾഡായും സ്വയമേ ഞാൻ മോൾഡ് ചെയ്തെടുത്താണ് ഒരു ചതിക്കുഴിയിലും വീഴാതെ ഒരു സ്ഥലത്തും ബുദ്ധിമുട്ടുകളിൽ പെടാതെയും ഒക്കെ ഇവിടം വരെ എത്തിയത്. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ എത്തുമ്പോഴും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും ഓരോ സാഹചര്യങ്ങളിലൊക്കെ വരുന്ന മെൻ്റൽ നമുക്ക് ആൾക്കാർ തരുന്ന ഒരു മാനസിക ആഘാതം അത് ഒരിക്കലും പോകില്ല. ഇപ്പം പിന്നെ പണ്ടത്തെ തന്നെ പോലെയല്ല. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് വീണ്ടും കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ്ഡായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ മോശമെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും എനിക്കത് മോശമല്ല എന്ന് എനിക്ക് ചിന്തിക്കാം. ഇപ്പം എനിക്ക് കുറേ കൂടി നേരിട്ടല്ലെങ്കിലും പേഴ്സണലി അല്ലാത്തതാണെങ്കിലും കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എന്തെങ്കിലും ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻബോക്സ് നോക്കാൻ പോലും ചുമ്മാ ഓരോന്ന് ഓടിച്ച് വിടുമ്പോൾ പോലും അത്രയൊക്കെ ഞാൻ കുറേ പുരോഗമിച്ചു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കുറേ ഞാൻ ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞ ഞാൻ കുറച്ചുകൂടെ ഇപ്പോൾ പുറത്തോട്ട് വന്നു. ഉൾവലിഞ്ഞതല്ല, ഞാനൊരു എല്ലാവരും എന്നെ കുഞ്ഞിലെ വിളിക്കുന്ന കിളിക്കാൻ പറ്റി എന്നൊക്കെ ആയിരുന്നു. കാരണം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം, എല്ലാവരോടും ചിരിച്ച് കളിച്ച് എന്നെ ശരിക്കും ന്യൂ ഇന്ത്യ സ്കൂളിൽ ഗ്ലാഡിസ് മാം എന്നെ ഒരുപാട് പ്രാവശ്യം എൻ്റെ കൂടെ പഠിച്ചവർക്കറിയാം ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മമ്മിയെ വിളിച്ചിട്ട് ഒരുപാട് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ചിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട് വർഷങ്ങളായി. അങ്ങനെ ഞാൻ ചിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എന്ത് ചെയ്താലാണെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ മമ്മി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മമ്മിയോട് പറഞ്ഞിട്ട് മന്ദബുദ്ധിയാണോ ഇങ്ങനെ എപ്പോഴും ചിരിക്കാനെന്ന് ചോദിച്ചു. എൻ്റെ ജീവിതത്തിലെ സുവർണ്ണകാലം എന്ന് പറഞ്ഞാൽ എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള കാലമായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ ഒരുപാട് ഒറ്റപ്പെടലുകളും പക്ഷെ അതൊക്കെ ഞാൻ സ്കൂളിൽ നിന്നും ഞാൻ ടീച്ചേഴ്സിൻ്റെ പെറ്റായിരുന്നു. ഞാൻ നാട്ടുകാരുടെ വീട്ടുകാരുടെ ഒക്കെ കണ്ണിലുണ്ണിയായിട്ട് വളരാനൊക്കെ ഒരു കാരണം എല്ലാവരോടും ഭയങ്കരമായിട്ട് സോഷ്യലായിട്ട് ഇടപെടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സമ്പാദിച്ചത് അത് മാത്രമാണ്. എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വീട്ടിൽ അവർക്കുള്ള പോലെ ഒരുള്ള ചോറ് എനിക്കുണ്ടാവും. എൻ്റെ അയൽവക്കക്കാർക്ക് ഇപ്പോഴും അതിൻ്റെ ഉദാഹരണമാണ്. ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് വെറും 20 പേരെ മാത്രമേ വിളിക്കാറുള്ളൂ. പക്ഷേ ഞാൻ 2 പേരെ പോലും പോയി വിളിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് എൻ്റെ ജീപ്പ് നിർത്തിയിട്ട് ജസ്റ്റ് ഇതാ എൻ്റെ പാലുകാച്ചാണെന്ന് പറയുള്ളൂ. പക്ഷേ ഏകദേശം 500 പേരോളം എൻ്റെ പാലുകാച്ചിന് വന്നത് പോലും എൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു, ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഇവിടെ ഒരു ഇലക്ഷൻ നിന്നാൽ നീ ജയിക്കുമെന്ന്. കാരണം ഞാൻ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്, എൻ്റെ നൈബേഴ്സ് എല്ലാവരും. കാരണം എൻ്റെ കുഞ്ഞിലത്തെ സന്തോഷങ്ങൾ അതായിരുന്നു. എല്ലാവരോടും സംസാരിച്ചിട്ടും എല്ലാവരോടും ചിരിച്ചിട്ടും ഓരോ വീട്ടിലും അവരുടെ മകളെ പോലെ ഞാൻ നിന്നിട്ടുമൊക്കെ ആയിരുന്നു. ഇപ്പം എന്തിനാ ഇതൊക്കെ വന്ന് ഇവിടെ പറയണേന്നല്ലേ, എനിക്കൊന്ന് ശരിക്കുള്ള ഞാനായിട്ട് എനിക്ക് നിങ്ങളുടെയൊക്കെ മുമ്പിലൊന്നും വരണമെന്ന് തോന്നി. ശരിക്കുള്ള ഒറിജിനൽ ഞാനായിട്ട്, ഞാൻ എന്താണെന്നുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് നിങ്ങളുടെയൊക്കെ മുമ്പിലൊന്ന് പാട്ടും കൂത്തും ഡാൻസൊന്നും ഇല്ലാതെ ശരിക്കുമുള്ള ഇത്രയും വർഷമായിട്ടുള്ള ഒരു ഞാനുണ്ട്. ആ ഞാനായിട്ട് എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്തൊന്ന് വരണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ മനസ്സിൽ പലരും സൂയിസൈഡ് ചെയ്യുമ്പോഴും പല കാരണങ്ങൾ പല കാര്യങ്ങളും സംഭവിക്കുമ്പോഴും ഒക്കെ എല്ലാവരും പറയും അവൾക്കൊന്നും പറഞ്ഞുകൂടായിരുന്ന, അയ്യോ അവളെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു, അവളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെയുണ്ട്. പലരും പലതും ഇങ്ങനെ അടക്കി വെക്കുന്നു, പലതും ഇങ്ങനെ. പക്ഷെ ഞാൻ ഇങ്ങനെ ഇപ്പം മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു ഞാൻ പണ്ടും ചിന്തിക്കുന്നില്ല, ഇപ്പോഴും ചിന്തിക്കുന്നില്ല. ഇപ്പം ഇതെന്തെങ്കിലും ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാലും ഇല്ലായിരുന്നെങ്കിലും എനിക്കിപ്പോൾ തോന്നുന്നു എൻ്റെ മനസ്സൊന്ന് തുറന്ന് എനിക്ക് എല്ലാവരോടും സംസാരിക്കണം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം